Hello guys, welcome to my channel MrChef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും കേട്ടിട്ടുണ്ട് നമ്മുടെ ബോഡി ഡീറ്റോക്സിങ് ചെയ്യാന്നുള്ളത്. ഡീറ്റോക്സിങ് ചെയ്യാനുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ ഡ്രിങ്ക്സ് നമ്മളുടെ ഇന്നർ ഓർഗൻസിനെ വളരെയധികം ക്ലീൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മളുടെ കിഡ്നി, ലിവർ, ലങ്സ് ഇതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പ്യൂരിഫൈ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക്സ് ആണ് ഇന്ന് നമ്മൾ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ചാനലിൽ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഇതുമാതിരി ഒരു ചെറിയൊരു ഹെൽത്ത് ഡ്രിങ്കിൻ്റെ അല്ലെങ്കിൽ ഡീറ്റോക്സിങ് ഡ്രിങ്കിൻ്റെ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം നമ്മളുടെ മലയാളികൾക്ക് വളരെയധികം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊന്ന് മിനിമൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഡ്രിങ്ക് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. ഈ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും അവസാനം വരെ കാണുക. നിങ്ങൾക്ക് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് ആണ്. മാക്സിമം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് 1 ടൈം അല്ലെങ്കിൽ 2 ടൈംസ് ഇൻ എ വീക്കിൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം എനർജി ബൂസ്റ്റപ്പ് ആകുന്നത് കാണാം. അതുമാതിരി നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും. നിങ്ങൾ മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് തന്നെ പോയിട്ട് അവിടുന്ന് പ്രിസ്ക്രിപ്ഷൻ എടുക്കണം. ഇത് ജസ്റ്റ് ഒരു ഹെൽത്ത് ഡ്രിങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ ബെറ്റർ ആക്കാനുള്ള ഡ്രിങ്ക് മാത്രമാണ്. ഞാനൊരു ഹെൽത്ത് അഡ്വൈസർ അല്ല. അതെനിക്ക് ഇവിടെ വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട്. ഈ ഒരു ഡ്രിങ്ക്സ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ളത് ഉറപ്പായിട്ടും പറയാം. നമുക്ക് ആവശ്യമായുള്ള എല്ലാ വെജിറ്റബിൾസും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ബ്ലെൻഡറിലിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. Always start with a sharp knife. നമ്മളിന്ന് 2 ഓറഞ്ചാണ് ഉപയോഗിക്കുന്നത്. ഓറഞ്ച് ജസ്റ്റ് റഫ്ലി കട്ട് ചെയ്തെടുത്താൽ മതി. 2 മീഡിയം സൈസ് ക്യാരറ്റ് എടുത്ത് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അടുത്തതായിട്ട് സെലറി നമ്മുടെ നാട്ടിൽ അധികം കിട്ടാനില്ലാത്തതാണെങ്കിലും ചില സൂപ്പർ മാർക്കറ്റുകളിൽ നമുക്ക് സെലറി കിട്ടും. കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. ഇടുന്നത് ഏറ്റവും ബെസ്റ്റ്, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. സെലറി നമുക്ക് ജസ്റ്റ് റഫ്ലി ചോപ്പ് ചെയ്താൽ മതി. നമ്മൾ ഇന്നൊരു സ്റ്റെം ആണ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ബീട്രൂട്ട് നമ്മൾ അധികം വേണ്ട, ഒരു മീഡിയം സൈസിന്റെ പകുതി എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് അഗൈൻ റഫ്ലി കട്ട് എടുത്തിട്ടാൽ മതി. അടുത്തതായിട്ട് ഒരു പീസ് മഞ്ഞളിന്റെ ഗുണങ്ങളെ കുറിച്ച് മലയാളിസിനോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എനിവേ നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ. ഒരു ചെറിയ പീസ് ഇഞ്ചി, എല്ലാം നമുക്ക് ജസ്റ്റ് റഫ്ലി ചോപ്പ് ചെയ്തെടുത്താൽ മതി. അടുത്തതായിട്ട് കുറച്ച് ഗാർലിക് നമ്മുടെ വയറിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. വയറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഗാർലിക് അത്യാവശ്യം ഉപയോഗിക്കേണ്ടത്. അടുത്തതായിട്ട് മിന്റ് ലീഫ് നമ്മളുടെ സൂപ്പർ മാർക്കറ്റിൽ എല്ലായിടത്തും, ഈവൻ ലോക്കൽ കടകളിൽ വരെ നമുക്ക് വളരെയധികം കിട്ടുന്നതാണ്. അപ്പോൾ മിന്റ് ലീഫും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നല്ല നീരുള്ള ഒരു 4 നാരങ്ങ. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചാൽ മതി. ഹണി വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. അതേമാതിരി തന്നെ നമ്മൾ ഡ്രിങ്ക്സ് വളരെയധികം ബിറ്റർ ടേസ്റ്റ് ഉള്ളതാണ്. ആ ബിറ്റർ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഹണി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഹണി ഉപയോഗിക്കുന്നുണ്ട്. അതുമാതിരി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് മിക്സ് ബെറി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് റാസ്ബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, റെഡ് കറന്റ്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ അധികം കിട്ടാൻ വഴിയുണ്ടോ എന്ന് അറിയത്തില്ല. നമുക്ക് ഇവിടെ UAE നന്നായിട്ട് കിട്ടാനുണ്ട്. കിട്ടുന്നുണ്ട് ഉപയോഗിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഞാനിത് ഉപയോഗിക്കുന്നത് ഫ്രോസൺ ആണ്. ഫ്രഷ് ആണെങ്കിൽ ഈവൻ ബെറ്റർ, ബട്ട് നമുക്ക് ഫ്രോസൺ ആയാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ആവശ്യമായുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു ഒന്നെങ്കിൽ ഹാൻഡ് ബ്ലെൻഡറിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മിക്സിയിലിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ഹാൻഡ് ബ്ലെൻഡറിലേക്ക് ഇടാം. നമുക്ക് ലൈം നമുക്ക് ഇതിലേക്ക് പിടിച്ച് വയ്ക്കാം. അടുത്തായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഐറ്റംസും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്തായിട്ട് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഹണി ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിക്കാം. നമ്മൾ ഇച്ചിരി ഹണി കൂടുതൽ ഒഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ കുറച്ച് ബിറ്റർനെസ് കുറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി നന്നായിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. And now we have the final product. അടുത്തായിട്ട് നമുക്ക് ഇന്ന് ടേസ്റ്റ് നോക്കാം. നമുക്ക് ഇതിൽ നിന്ന് 2 സ്പൂൺ എടുത്ത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇടാം. ഗ്ലാസ്സിലേക്ക് ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ബിറ്റർ ടേസ്റ്റ് ആണ്. അപ്പോൾ അതൊന്ന് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക്സ് ഇവിടെ റെഡി ഉണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാം. Already start feeling better.
എനിവേ ഇതിന്റെ ടേസ്റ്റ് അത്ര സ്വീറ്റ് അല്ല. നമ്മൾ ആ ഒഴിച്ച ഹണിയുടെ ഒരു സ്വീറ്റ്നെസ് മാത്രമാണ് ഇതിലുള്ളത്. ഇതൊരു ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്നതല്ല, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു മൈൻഡിൽ കാണാൻ നോക്കുക. ഓക്കെ, ഇതുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് അല്ലാന്നുണ്ടെങ്കിൽ റെസിപ്പീസ് കാണുവാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കാരണം അതുവഴിയാണ് നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഹോം പേജിൽ വരുന്നതും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ സെയിം ടൈമിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാനും എൻജോയ് ചെയ്യാനും പുതിയ ഐഡിയാസ് കിട്ടുവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ. സ്റ്റേ ഹെൽത്തി ബൈ ദ വേ.